ഞങ്ങളുടെ ചാനലിലേക്ക് സ്വാഗതം. കോപമില്ലാതെ കോപത്തെ കീഴടക്കുക, തിന്മയെ നന്മ കൊണ്ട് കീഴടക്കുക, ഔദാര്യം കൊണ്ട് നികൃഷ്ടതയെ കീഴടക്കുക, സത്യസന്ധതയെ സത്യം കൊണ്ട് കീഴടക്കുക. ബുദ്ധൻ. കോപത്തെ ജയിക്കുക, അക്രോധം കൂടാതെ. നിങ്ങളുടെ ശ്വാസത്തിലേക്ക് ശ്രദ്ധ നൽകി ശാന്തമാകുക. മറ്റുള്ളവരുടെ കാഴ്ചപ്പാടുകൾ മനസ്സിലാക്കാൻ ശ്രമിക്കുക. ക്ഷമ പ്രധാനപ്പെട്ടതാണ്. ഒരു നിമിഷത്തെ ദേഷ്യത്തിന് വഴങ്ങാതിരിക്കുക. സംസാരിക്കുന്നതിനു മുൻപ് ചിന്തിക്കുക. ദയോടെയും ധനാത്മകമായും എങ്ങനെ ആശയവിനിമയം നടത്താമെന്ന് പരിഗണിക്കുക. തിന്മയെ ജയിക്കുക നന്മ കൊണ്ട്. നല്ല പ്രവൃത്തികളിലൂടെ മാതൃക കാണിക്കുക. മറ്റുള്ളവർക്ക് സഹായം നൽകുക. നിങ്ങളുടെ സമൂഹത്തിൽ പോസിറ്റിവിറ്റി വളർത്താൻ ശ്രമിക്കുക. നിങ്ങളുടെ ചുറ്റുപാടിൽ നല്ല മാറ്റങ്ങൾ കൊണ്ടുവരാൻ പ്രേരിതനാകുക. കഷ്ടതയെ ജയിക്കുക ദാനശീല കൊണ്ട്. കഴിവതനുസരിച്ച് മറ്റുള്ളവരെ സഹായിക്കുക. നിങ്ങളുടെ കൈവശമുള്ളതിൽ സന്തോഷം കണ്ടെത്തുക. മറ്റുള്ളവരുടെ വേദനയിൽ സഹതപിക്കുക. ദയയും കരുണയും കാണിക്കുന്നതിലൂടെ ഒരു നല്ല സമൂഹം നിർമ്മിക്കാൻ സഹായിക്കുക. വഞ്ചനയെ ജയിക്കുക സത്യം പറഞ്ഞ്. എപ്പോഴും സത്യസന്ധരായിരിക്കുക. നിങ്ങളുടെ വാക്കുകളും പ്രവൃത്തികളും ഒത്തുപോകാൻ ശ്രദ്ധിക്കുക. സത്യസന്ധതയും വിശ്വാസവും നല്ല ബന്ധങ്ങൾ രൂപപ്പെടുത്താൻ സഹായിക്കുന്നു. സത്യത്തിന്റെ വഴി പിന്തുടർന്ന് മറ്റുള്ളവരെയും അതിന് പ്രചോദിപ്പിക്കുക. പ്രധാന കുറിപ്പ്: ഈ പ്രചോദനങ്ങൾ നിങ്ങളുടെ ദൈനംദിന ജീവിതത്തിൽ പ്രയോഗിക്കുക. സ്വഭാവവിശേഷങ്ങൾ മെച്ചപ്പെടുത്തുക. ലോകത്തെ കൂടുതൽ നല്ല സ്ഥലമാക്കുക. കേരളത്തിന്റെ തീരത്ത് രണ്ട് ചെറിയ ഗ്രാമങ്ങൾ തമ്മിൽ വർഷങ്ങളായി അവിശ്വാസവും കലഹവും നിലനിന്നിരുന്നു. ഒരു ഗ്രാമത്തിലെ ആളുകൾ മറ്റുള്ളവരെ കള്ളന്മാർ എന്നും രണ്ടാമത്തെ ഗ്രാമത്തിലെ ആളുകൾ അവരെ വഞ്ചകർ എന്നും വിളിച്ചു. ഇടയ്ക്കിടെ തർക്കങ്ങളും ചെറിയ മോഷണങ്ങളും നടന്നുകൊണ്ടിരുന്നു. ഒരു ദിവസം ഗ്രാമങ്ങളിലൊന്നിലെ കുട്ടി കളിക്കുന്നതിനിടെ മറുഗ്രാമത്തിലേക്ക് പോയി. അവിടെ കളിക്കുന്ന മറ്റൊരു കുട്ടിയെ കണ്ടുമുട്ടി. ആദ്യം സംശയത്തോടെ നോക്കിയെങ്കിലും പതിയെ സംസാരിക്കാൻ തുടങ്ങി. അവർ തമ്മിൽ കഥകളും കളികളും പങ്കുവച്ചു. സന്ധ്യയ്ക്ക് വീട്ടിലേക്ക് മടങ്ങുന്നതിനു മുൻപ് അവർ സുഹൃത്തുക്കളായി. വീട്ടിലേക്കെത്തിയപ്പോൾ മറ്റേ ഗ്രാമത്തിലെ കുട്ടിയെക്കുറിച്ച് അവൻ തന്റെ കുടുംബത്തോട് പറഞ്ഞു. ആശ്ചര്യപ്പെട്ട് കേട്ട അവർ നിന്നോട് ദയ കാണിച്ചോ എന്ന് ചോദിച്ചു. അതെ, ഞങ്ങൾ നല്ല സുഹൃത്തുക്കളായി എന്ന് കുട്ടി മറുപടി പറഞ്ഞു. പതിയെ ഇത്തരം കൂടിക്കാഴ്ചകൾ പതിവായി. കുട്ടികൾ തമ്മിലുള്ള സൗഹൃദം മുതിർന്നവരിലേക്ക് വ്യാപിച്ചു. അവർ പരസ്പരം സംസാരിക്കാനും അന്യോന്യം സഹായിക്കാനും തുടങ്ങി. ഒരു സ്ത്രീ മറുഗ്രാമത്തിലെ കിണറ്റിൽ നിന്ന് വെള്ളം കൊണ്ടുപോകാനും മറ്റൊരു ഗ്രാമത്തിൽ നിന്ന് പഴങ്ങൾ വാങ്ങിക്കാനും തുടങ്ങി. സംശയവും ഭയവും ദയയ്ക്കും സൗഹൃദത്തിനും വഴിമാറുന്നുണ്ടായിരുന്നു. കുറച്ചു വർഷങ്ങൾക്ക് ശേഷം രണ്ട് ഗ്രാമങ്ങളും ഒന്നായി ചേർന്ന് ഒരു വലിയ ഉത്സവം നടത്തി. കടൽക്കാറ്റ് അവരുടെ ഹൃദയങ്ങളിലെ കളങ്കിളകളെ തൂത്തുമാറ്റി സമാധാനവും സന്തോഷവും നിറച്ചു. വിശദീകരണം: ഈ കഥയിൽ കോപത്തെ ജയിക്കുന്നത് അക്രോധം കൂടാതെയാണ്. കുട്ടികൾ തമ്മിൽ സൗഹൃദം സ്ഥാപിക്കുന്നതോടെ ഗ്രാമങ്ങൾ തമ്മിലുള്ള അവിശ്വാസം അപ്രത്യക്ഷമാകുന്നു. തിന്മയെ ജയിക്കുന്നത് നന്മ കൊണ്ടാണ്. ഒരു ഗ്രാമത്തിലെ മനുഷ്യർ മറ്റുള്ളവരെ സഹായിക്കാൻ തുടങ്ങുന്നതോടെ ശത്രുത മാറുന്നു. കഷ്ടതയെ ജയിക്കുന്നത് ദാനശീലത കൊണ്ടാണ്. ഗ്രാമത്തിലെ സ്ത്രീ മറ്റുള്ളവർക്ക് സഹായം നൽകിയതോടെ സൗഹൃദം വളരുന്നു. സമാധാനത്തിന്റെയും സൗഹൃദത്തിന്റെയും കാലഘട്ടത്തിനു ശേഷം പുതിയൊരു വെല്ലുവിളി ഉയർന്നുവന്നു. ഒരു വരൾച്ച കേരളത്തെ മുഴുവൻ ബാധിച്ചു. രണ്ട് ഗ്രാമങ്ങളിലെ കൃഷിയും ഉപജീവനവും അപകടത്തിലായി. ഗ്രാമങ്ങൾ വീണ്ടും പഴയ ശത്രുതയിലേക്ക് തിരിച്ചു പോകുമോ? അതോ ഒരുമിച്ച് പ്രതിസന്ധി തരണം ചെയ്യാൻ ശ്രമിക്കുമോ? ഒരു ഗ്രാമത്തിലെ പ്രായമായ ഒരു മുതലാളി കടലിൽ നിന്ന് നദിയിലേക്ക് ഒരു കനാൽ വേണം എന്ന് നിർദ്ദേശിച്ചു. അതുവഴി കടലിലെ വെള്ളം കൃഷിയിടങ്ങളിലെത്തുകയും വിളകളെ രക്ഷിക്കുകയും ചെയ്യാം. പക്ഷേ കനാൽ നിർമ്മിക്കാൻ രണ്ട് ഗ്രാമങ്ങളും ഒരുമിച്ച് പ്രവർത്തിക്കേണ്ടി വരും. തുടക്കത്തിൽ സംശയം ഉണ്ടായിരുന്നു. പക്ഷേ കുട്ടികളുടെ സൗഹൃദം മുതിർന്നവരെ സ്വാധീനിച്ചു. നമുക്കൊരുമിച്ച് പ്രവർത്തിക്കാം, ഈ പ്രതിസന്ധി തരണം ചെയ്യാം എന്ന് അവർ പറഞ്ഞു. മണിക്കൂറുകളും ദിവസങ്ങളും നീണ്ട കഠിനാധ്വാനത്തിനു ശേഷം കനാൽ പൂർത്തിയായി. കടൽക്കാറ്റിന്റെ സഹായത്തോടെ വെള്ളം നദിയിലൂടെ ഒഴുകി കൃഷിയിടങ്ങളിലെത്തി. വിളകൾ രക്ഷിക്കപ്പെട്ടു. രണ്ട് ഗ്രാമങ്ങളും വീണ്ടും സമൃദ്ധമായി. പ്രചോദനം: എല്ലാ പ്രശ്നങ്ങളും ഒരുമിച്ച് പ്രവർത്തിച്ചാൽ പരിഹരിക്കാനാകും. സൗഹൃദവും സഹകരണവും വിജയത്തിന് ആവശ്യമാണ്. കടൽക്കാറ്റിനെപ്പോലെ
നമ്മുടെ ചുറ്റുപാടിലേക്ക് നന്മയും സന്തോഷവും പരത്താൻ നമുക്ക് കഴിയും. ഇന്ത്യയിലെ സവിശേഷതകൾ. കഥ കേരളത്തിലാണ് നടക്കുന്നത്, അതിനാൽ കടൽക്കാറ്റിന് പ്രാധാന്യം നൽകുന്നു. ഗ്രാമങ്ങൾ തമ്മിലുള്ള ശത്രുത ഇന്ത്യയിലെ പല സംഘർഷങ്ങൾക്കും പ്രതിനിധീകരണമാണ്. സഹകരണത്തിലൂടെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നത് ഇന്ത്യൻ സംസ്കാരത്തിന്റെ മൂല്യങ്ങളുമായി യോജിക്കുന്നു. മറ്റൊരു കുറിപ്പ്. ഈ കഥ ഒരു തുടർക്കഥയായി എഴുതാം. രണ്ട് ഗ്രാമങ്ങൾ തമ്മിൽ സൗഹൃദം നിലനിർത്തുകയും മറ്റു പ്രതിസന്ധികൾ ഒരുമിച്ച് നേരിടുകയും ചെയ്യുന്നതായി കഥ വികസിപ്പിക്കാം. ഇത് നിങ്ങൾക്കിഷ്ടപ്പെട്ടോ? ഞാൻ കഥ വികസിപ്പിക്കണോ? ജയ് ഹിന്ദ്. നിങ്ങളുടെ സമയത്തിനും ശ്രദ്ധയ്ക്കും നന്ദി. ഞങ്ങളുടെ വീഡിയോ നിങ്ങൾക്ക് പ്രചോദനമാകുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും കുടുംബാംഗങ്ങൾക്കും വീഡിയോ ലൈക്ക് ചെയ്യാനും അഭിപ്രായമിടാനും പങ്കിടാനും ഞങ്ങൾ അഭ്യർത്ഥിക്കുന്നു. ഇതുപോലെയുള്ള മോട്ടിവേഷണൽ വീഡിയോകൾക്കായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ജയ് ഹിന്ദ്.